വിപണി പേടിയിലാകുമ്പോൾ അല്ലെങ്കിൽ വിപണിയിൽ മൊത്തത്തിൽ ഒരു സെല്ലിംഗ് പ്രഷർ നിലനിൽക്കുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ നിക്ഷേപകർ എന്താണ് ചെയ്യുക? മിക്കവാറും പേര് പണം പിൻവലിച്ച് മാറി നിൽക്കും, അല്ലെങ്കിൽ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റൊഴിയും. മ്യൂച്വൽ ഫണ്ട്, SIP-കളൊക്കെ നിലനിർത്തും. എന്നിട്ട് മാർക്കറ്റ് എപ്പോഴാണ് തിരികെ കയറുക എന്ന് ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷേ ഇതേ സമയം വലിയ പ്ലേയേഴ്സ്, നമ്മൾ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്ന വമ്പൻ നിക്ഷേപകർ, വളരെ ശാന്തരായിരിക്കും. അവർക്ക് വിപണിയിലെ ഈ ഒരു പേടി സുവർണ അവസരമാണ്. സാധാരണക്കാർ പേടിച്ചു വിൽക്കുന്ന ഓഹരികൾ അവർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാരിക്കും. അപ്പോൾ എന്തായിരിക്കും അവർക്കറിയാവുന്ന ആ ഒരു രഹസ്യം? എങ്ങനെയാണ് അവർക്ക് മാത്രം നഷ്ടം കുറച്ച് ലാഭം നേടാൻ കഴിയുന്നത്? അവർ നിക്ഷേപിക്കാൻ സാധ്യതയുള്ള 3 കരുത്തുറ്റ ഓഹരികളും അതിനു പിന്നിലെ ലളിതമായ തന്ത്രങ്ങളും എന്തെല്ലാമാണ് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാം. ഇതൊരിക്കലും ഓഹരികൾ വാങ്ങാനുള്ള ടിപ്പുകളല്ല, മറിച്ച് സ്മാർട്ട് മണി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പഠനമാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എന്താണ് സ്മാർട്ട് മണി കൺസെപ്റ്റ്, SMC? നമ്മൾ സ്റ്റോക്കുകളിലേക്ക് കടക്കും മുമ്പ് ഈ ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഓഹരി വിപണിയെ ഒരു വലിയ ചെസ് ബോർഡായിട്ട് സങ്കല്പിക്കുക. നമ്മളെ പോലുള്ള റീറ്റെയിൽ നിക്ഷേപകർ അതിലെ കാലാളുകളാണ്. എന്നാൽ വലിയ ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഈ കളി നിയന്ത്രിക്കുന്ന രാജാക്കന്മാരും മന്ത്രിമാരും. അപ്പോൾ ഈ വമ്പൻ കളിക്കാരെയാണ് നമ്മൾ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നത്. അവരുടെ കയ്യിൽ ആയിരക്കണക്കിന് കോടി രൂപയും നമുക്ക് ലഭിക്കാത്ത വിവരങ്ങളും ഒക്കെ അവരുടെ മുന്നിലുണ്ട്. വിപണിയെ നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്. ഒരുപക്ഷെ അവർ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ചെറിയ അളവിലായിരിക്കില്ല സ്റ്റോക്ക് വാങ്ങുക, മറിച്ച് ഒറ്റയടിക്ക് കോടികൾക്കാണ് അവർ വാങ്ങുന്നത്. ഇത് ഓഹരിയുടെ വില പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതേപോലെ തന്നെ അവർ വിൽക്കുമ്പോൾ വില പെട്ടെന്ന് താഴേക്ക് വരികയും ചെയ്യും. സ്മാർട്ട് മണി കൺസെപ്റ്റ് ഈ ഒരു വലിയ കളിക്കാർ വിപണിയിൽ ചില അടയാളങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഈ കാൽപ്പാടുകൾ കണ്ടെത്താൻ പഠിച്ചാൽ അവരുടെ നീക്കങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനും കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഫുട് പ്രിന്റുകൾ? 4 പ്രധാന കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ലിക്വിഡിറ്റി. വിപണിയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ എവിടെയാണ് ഉള്ളതെന്ന് സ്മാർട്ട് മണിക്ക് കൃത്യമായിട്ട് അറിയാം. വിലയെ മനഃപൂർവ്വം അവിടേക്ക് എത്തിച്ച് ആ സ്റ്റോപ്പ് ലോസുകൾ വാങ്ങി മാർക്കറ്റിനെ അവർക്ക് വേണ്ട ദിശയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ലിക്വിഡിറ്റി ഗ്രാബ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ഒരു വലിയ വില വർധനവിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ വിൽപ്പന കാൻഡിലിനെയാണ് ദ ലാസ്റ്റ് ഡൗൺ കാൻഡിൽ ബിഫോർ ദ അപ്പ് മൂവ്മെന്റ്, ദ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് സ്മാർട്ട് മണിയുടെ വലിയ ഓർഡറുകൾ ഒളിഞ്ഞിരിക്കുന്നത്. വില പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു സോണിലേക്ക് തിരികെ വരുമ്പോൾ ഒരു വലിയ പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ശക്തമായിട്ടുള്ള ഡിമാൻഡ് സോണായിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തേത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. വില വളരെ വേഗത്തിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ഒക്കെ പോകുമ്പോൾ 3 കാൻഡിലുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വിടവാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. വിപണിയിലെ ഒരു ഇംബാലൻസിനെയാണ് ഇത് കാണിക്കുന്നത്. വിപണി പിന്നീട് എപ്പോഴെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് കൺസെപ്റ്റ്. നാലാമത്തേത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഒരു ഓഹരി അതിന്റെ മുമ്പത്തെ ഉയർന്ന വിലയെ മറികടന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ബുള്ളിഷ് സ്വഭാവം തുടരുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. ഇതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ 4 സൂചനകളും ഒരു ചാർട്ടിൽ ഒരുമിച്ച് വരുമ്പോൾ അവിടെ മികച്ച അവസരം ഒരുങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ കൺസെപ്റ്റുകൾ ഉപയോഗിച്ച് സ്മാർട്ട് മണി ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള 3 ഓഹരികളെ കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ആ ഒരു സ്റ്റോക്കുകളിലേക്ക് പോകാം. ആ സ്റ്റോക്കുകളിലൂടെയാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഒന്നുകൂടി ഉറപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. ഓട്ടോമൊബൈൽ രംഗത്തെ അധികായനാണ്. പലപ്പോഴും മൺസൂൺ കിങ് എന്നാണ് പൊതുവെ ഈ ഒരു സ്റ്റോക്കിനെ വിശേഷിപ്പിക്കാറ്. കാരണം ഇന്ത്യയിലെ ട്രാക്ടർ വിപണിയിൽ ഏകദേശം 40%-ലധികം വിഹിതം അവർക്കുണ്ട്. നല്ല മൺസൂൺ ലഭിച്ചാൽ ഗ്രാമീണ മേഖലയിൽ ട്രാക്ടറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും വിൽപ്പന കുതിച്ചു വരികയും വരാനിരിക്കുന്ന മൺസൂൺ പ്രവചനങ്ങളും കമ്പനിയുടെ പ്രകടനവും ഈ ഓഹരിക്ക് വളരെ നിർണായകമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണി M&M-ൽ താല്പര്യം കാണിക്കുന്നത്? ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് M&M എന്നുള്ളതാണ്. SUV-കളിലും ട്രാക്ടറിലുമുള്ള ശക്തമായിട്ടുള്ള വിപണി ആധിപത്യം, ഇലക്ട്രിക് വാഹന രംഗത്തേക്കുള്ള ചുവടുവയ്പ്, ഇവയെല്ലാം കമ്പനിയുടെ ഒരു ദീർഘകാല വളർച്ച സാധ്യതകളെ വളരെ ശോഭനമാക്കുകയും ചെയ്യുന്നു. ഇവിടെ സ്മാർട്ട് മണി കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു ഡെയിലി ചാർട്ട് നോക്കിയാൽ ഓഹരി വ്യക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് എന്ന് കാണാം. തുടർച്ചയായിട്ടുള്ള പുതിയ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിർമ്മിക്കുന്നുണ്ട് ചാർട്ടിൽ. അതുപോലെ തന്നെ ലിക്വിഡിറ്റി സമീപകാലത്തെ താഴ്ന്ന വിലയ്ക്ക് താഴെയായിട്ട് ലിക്വിഡിറ്റി സോൺ രൂപപ്പെട്ടിരിക്കുന്നു. അതായത് ഒരുപാട് റീറ്റെയിൽ നിക്ഷേപകരുടെ സ്റ്റോപ്പ് ലോസുകൾ ഈ ഏരിയയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് മണിക്ക് ഒരുപക്ഷെ വിലയെ അല്പം താഴേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ സ്റ്റോപ്പുകൾ ട്രിഗർ ചെയ്യിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് ഓഹരികൾ വാങ്ങാൻ താല്പര്യമുണ്ടായി. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റി സോണിന് തൊട്ട് താഴെയായി ശക്തമായിട്ടുള്ള ബുള്ളിഷ് ഓർഡർ
ബ്ലോക്കും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ നിലവിലുള്ള ഉയരത്തിൽ നിന്ന് ഒരു തിരുത്തൽ നൽകി അത്തരമൊരു ഡിമാൻഡ് സോണിൽ എത്തുമ്പോൾ സ്മാർട്ട് മണിക്ക് വാങ്ങാൻ ഒരു താല്പര്യം ലഭിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വിലയിൽ ഒരു താഴ്ച വന്ന് ചാർട്ടിലെ പ്രധാന ഓർഡർ ബ്ലോക്ക് തട്ടി തിരികെ കയറാൻ തുടങ്ങുമ്പോൾ അതിൽ സ്മാർട്ട് മണി വിപണിയിൽ പ്രവേശിച്ചതിന്റെ സൂചനകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ആ ഒരു എൻട്രി പോയിന്റ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയും. നല്ല രീതിയിലുള്ള ഒരു എൻട്രി എടുക്കുകയും ചെയ്താൽ നല്ലൊരു ബെനിഫിറ്റ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ട് ഇതിനെ കണക്കാക്കരുത്. നമ്മൾ ആ ഒരു കൺസെപ്റ്റ്, ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു സ്റ്റോക്ക്. അടുത്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ ICICI ബാങ്ക് ആണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഒരു സ്ട്രോങ് ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ പവർ ഹൗസ് ആണ്. ശക്തമായിട്ടുള്ള ഡിജിറ്റൽ സാന്നിധ്യം, മികച്ച സാമ്പത്തിക പ്രകടനം, വളരുന്ന റീറ്റെയിൽ ലോൺ ബുക്ക് ഇവയൊക്കെ ICICI ബാങ്കിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു. ഏകദേശം 16% മുകളിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി നിലനിർത്താൻ ബാങ്കിന് സാധിക്കുന്നുണ്ട്. അതിന്റെ കാര്യക്ഷമതയെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്കത് സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണി ICICI ബാങ്കിൽ താല്പര്യം കാണിക്കുന്നത്? ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ ബാങ്കിംഗ് മേഖല അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്നായിരിക്കും. ICICI ബാങ്ക് അതിന്റെ വലിപ്പം, സാങ്കേതിക മികവ്, മികച്ച മാനേജ്മെന്റ് ഇവയൊക്കെ കൊണ്ട് ഈ വളർച്ച മുതലാക്കാൻ ഏറ്റവും മികച്ച സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അതിനിടെ ഈ അടുത്ത് പുറത്തു വന്ന ശക്തമായിട്ടുള്ള ആ ഒരു ക്വാർട്ടർ ഫലങ്ങളും ഈ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ ICICI ബാങ്കിന്റെ ചാർട്ട് ലോങ് ടൈമിൽ വ്യക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണെങ്കിലും സമീപകാലത്ത് ചെറിയ പുൾ ബാക്ക് ഒക്കെ നൽകിയിട്ടുണ്ട്. ഡിമാൻഡ് സോണിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ തയ്യാറാകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ചാർട്ടിൽ മുമ്പത്തെ പ്രധാനപ്പെട്ട ആ ഒരു സിംഗ് ലോയ്ക്ക് താഴെയായിട്ട് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി പൂൾ ഉണ്ട്. ദുർബലമായിട്ടുള്ള ഒരു ബയേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കാൻ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ലിക്വിഡിറ്റി സോണിന് അടുത്തായിട്ട് ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതിനോട് ചേർന്ന് ഓർഡർ ബ്ലോക്കും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ വിലയിൽ ഒരു ചെറിയ താഴ്ച നൽകി ഈ ഡിമാൻഡ് സോണിൽ എത്തുമ്പോൾ സ്മാർട്ട് മണിക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള മികച്ച അവസരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു ചെറിയ തിരുത്തൽ വരുമ്പോൾ ICICI ബാങ്കിന്റെ വില അത്തരം ഒരു FEG സോണിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരികെ കയറുന്നതിന് സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സ്മാർട്ട് മണിയുടെ ഒരു എൻട്രി പോയിന്റ് ആകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. L&T നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഓഹരിയാണ്. ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ കിരീടം വെക്കാത്ത രാജാവാണ് L&T. ഇന്ത്യയുടെ വളർച്ചയുടെ പര്യായമായിട്ട് ഈ ഓഹരിയെ കാണാം. റോഡുകൾ, പാലങ്ങൾ, എയർപോർട്ടുകൾ, മെട്രോ, പ്രതിരോധം, ഊർജ്ജ മേഖല തുടങ്ങി ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തിൽ L&Tയുടെ കയ്യൊപ്പ് പതിയാത്ത ഒരിടവും ബാക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് സ്മാർട്ട് മണി L&Tയിൽ താല്പര്യം കാണിക്കുന്നത്? ഫണ്ടമെന്റൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ L&Tക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡർ ബുക്കാണ് ഇപ്പോഴുള്ളത്. ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വൻതോതിൽ പണം മുടക്കുന്നത് കമ്പനിക്ക് ഏറ്റവും വലിയ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും വലിയ കുതിച്ചുചാട്ടത്തിന് വഴിവെക്കും. സ്മാർട്ട് മണി കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ L&Tയുടെ ചാർട്ട് വളരെ ശക്തമായിട്ടുള്ള ബുള്ളിഷ് ഘടനയാണ്. സമീപകാലത്ത് ഒരു പ്രധാനപ്പെട്ട ലെവലിന് മുകളിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയത് കാണാൻ കഴിയും. ഓഹരി അതിന്റെ മുകളിലോട്ടുള്ള യാത്ര തുടരാൻ തയ്യാറാണ് എന്ന സൂചന നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി പുതിയ ഉയരങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് സമീപകാല താഴ്ന്ന നിലവാരത്തിൽ ലിക്വിഡിറ്റി പിടിച്ചെടുക്കാൻ ഒരു ചെറിയ പുൾ ബാക്ക് നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ഈ പുൾ ബാക്ക് സംഭവിക്കുകയാണെങ്കിൽ വിലയ്ക്ക് പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള പ്രധാന ഏരിയ ആയിരിക്കും ഈ ഒരു ഓർഡർ ബ്ലോക്ക്. മുൻപത്തെ ബ്രേക്ക് ഔട്ട് ലെവലിന് അടുത്തുള്ള ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പും ഈ സോണിൽ നിന്ന് വില തിരികെ കയറുകയാണെങ്കിൽ അതൊരു പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം സംഭരിച്ചു നൽകുകയും ചെയ്യും. L&T ദീർഘകാല നിക്ഷേപത്തിന് പറ്റിയ ഓഹരിയാണെന്ന് പലരും കാണുമ്പോൾ സ്മാർട്ട് മണി ഒരു ചെറിയ തിരുത്തലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറഞ്ഞ റിസ്കിൽ എൻട്രി ചെയ്യാൻ ശ്രമിച്ചേക്കും. ഈ സോണുകൾ അവരെ അതിന് സഹായിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇന്ന് 3 കരുത്തുറ്റ ഓഹരികളെ കുറിച്ചും അതിന് പിന്നിലെ സ്മാർട്ട് മണി കൺസെപ്റ്റിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ICICI ബാങ്ക്, L&T ഈ 3 സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെന്റ് നടത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പൊ അവയുടെ ചാർട്ടുകൾ പരിശോധിച്ച് അത്തരത്തിലുള്ള സ്മാർട്ട് മണി കൺസെപ്റ്റ് ഏരിയകളിലൂടെ നമ്മൾ കടന്നുപോയി. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ നിക്ഷേപകർ പേടിച്ചു നിൽക്കുമ്പോൾ സ്മാർട്ട് മണി വാങ്ങാനുള്ള അവസരങ്ങൾക്കായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അവർ വിലയുടെ പിന്നാലെ ഓടുന്നില്ല, മറിച്ച് അവർക്ക് താല്പര്യമുള്ള സോണിൽ എത്തുന്നത് വരെ ചാർട്ടുകളിലെ ലിക്വിഡിറ്റി എവിടെയാണ്, ഓർഡർ ബ്ലോക്കുകൾ എവിടെയാണ്, ഇവയൊക്കെ മനസ്സിലാക്കുന്ന വഴി നമുക്കും വിപണിയെ കൂടുതൽ മികച്ച രീതിയിൽ സമീപിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചർച്ച ചെയ്ത 3 ഓഹരികളിൽ ഏതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യത തോന്നുന്നത് എങ്കിൽ നിങ്ങൾ സ്മാർട്ട് മണി കൺസെപ്റ്റ് ഉപയോഗിച്ച് ശ്രദ്ധിക്കുന്ന മറ്റേതെങ്കിലും ഓഹരികളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.